വെളിപ്പാട് പുസ്തകം 21 അധ്യായം 27 വാക്യം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. പുതിയ യെരുശലേമിനെക്കുറിച്ചുള്ള വിവരണങ്ങളും വർണ്ണനകളുമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും കാണുന്നത്. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ നിർമ്മിതിയാണ് ഈ നഗരം. അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. നീളം, വീതി, ഉയരം എന്നിവ തുല്യ അളവായിരിക്കുന്ന ഒരു നഗരം. അത് ഭൂമിയിലല്ല പണിതത്, അടിസ്ഥാനവും ഭൂമിയിലല്ല. ആധുനിക ലോകത്ത് മനുഷ്യൻ ആകാശത്ത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ പരിചിതമാണ്. ഭൂമിയുൾപ്പെടെ സകല ഗോളങ്ങളും ശൂന്യതയിലാണ് നിലകൊള്ളുന്നത്. അത് ഒരിടത്ത് നിൽക്കുകയല്ല, ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ സ്വർഗീയ യെരുശലേം ഭ്രമണം ചെയ്യുന്ന കാഴ്ചയാകണം യോഹന്നാൻ കണ്ടത്. ഇതിനെ വിശുദ്ധ നഗരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ വിശുദ്ധ നാട് എന്ന് ഇസ്രായേലിനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. യെരുശലേമിനെ വിശുദ്ധ നഗരമെന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവിക പ്രത്യക്ഷത മുൾപ്പടർപ്പിൽ കണ്ട മോശെ നിൽക്കുന്ന ഭൂമി വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെയാണ് ഇതും. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രത്യക്ഷമായ സാന്നിധ്യം വെളിപ്പെടുന്നിടമെല്ലാം വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ പുതിയ യെരുശലേം അങ്ങനെയല്ല. ഏത് വിധത്തിൽ ചിന്തിച്ചാലും അത് അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ നഗരം തന്നെയായിരിക്കും. അതിൻ്റെ കാരണം അവിടെ പാപം ചെയ്യുന്ന ആർക്കും പ്രവേശനമില്ല എന്നതാണ്. ഈ ഭൂമിയിൽ വച്ച് ദൈവകുഞ്ഞാടായ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. പാപം ചെയ്യാൻ പ്രേരകമാകുന്ന ജഡശരീരത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് സ്വർഗീയ ശരീരികളായാണ് അവിടെ പ്രവേശിക്കുന്നത്. പാപത്തിന് പ്രലോഭിപ്പിക്കുന്ന പിശാചിൻ്റെ സാന്നിധ്യം അവിടെയില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രം വസിക്കുന്ന വിശുദ്ധ യെരുശലേമിൽ ഞാനും ഉണ്ടാകുമെന്ന ഉറപ്പ്, അഥവാ ജീവപുസ്തകത്തിൽ എൻ്റെ പേരും ഉണ്ടെന്ന ഉറപ്പ് ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.